വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഷാലുമോൻ്റെ മിസ്സിന് സർപ്രൈസായിട്ട് കേക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ആദ്യം ഉണ്ടാക്കിയ കേക്ക് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയിട്ടുണ്ടായിനി. അങ്ങനെ അടുത്ത ദിവസം വേറൊരു കേക്ക് ഉണ്ടാക്കിയിട്ടാണ് മിസ്സിന് കൊണ്ടെടുത്തിട്ടുണ്ടായിനത്. അപ്പോൾ ആ 2 വീഡിയോയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇത് സ്കൂൾ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ എടുത്തു വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാതെ വെച്ച് അങ്ങനെ ലേറ്റായി പോയതാണ് കേട്ടോ. ഷാൽമോന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിനത് സ്കൂളിൽ സെൻഡ് ഓഫ് ഡേൻ്റെ അന്ന് ക്ലാസ്സിൽ കട്ട് ചെയ്യാമെന്നേനി. അപ്പോൾ പക്ഷേ അങ്ങനെ ക്ലാസ്സിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് സെലിബ്രേഷൻ ഉണ്ടാക്കാനുള്ള പെർമിഷൻ ഇല്ലേനി. അതുകൊണ്ട് അങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാമെന്ന് വെച്ചത്. ഇപ്പോൾ പിന്നെ പഴയ പോലെ ഒന്നുമല്ലല്ലോ, എല്ലാ ക്ലാസ്സിലത്തെ കുട്ടികളും സെൻഡ് ഓഫ് പാർട്ടി ഉണ്ടാക്കലാണ്. പണ്ടൊക്കെ എന്ന് പറയുന്നത് UP ലാസ്റ്റ്, അതുപോലെ ഹൈസ്കൂൾ ലാസ്റ്റ് അങ്ങനെയൊക്കെയല്ലേ ഇനി ഉണ്ടാക്കലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഒരു ഇതായി മാറുന്നു വെച്ചിട്ടാണ് HM പെർമിഷൻ കൊടുക്കാതിരുന്നത്. അങ്ങനെ തലേന്ന് നൈറ്റിലാണ് ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. ഏത് കേക്കിനും പറ്റിയ വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അത് പോയിട്ട് കാണാം കേട്ടോ. പിന്നെ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആദ്യത്തെ കേക്ക്. ഇത് സ്ലിപ്പാവണ സീന് ഇപ്പോൾ കാണാം. കേക്ക് സ്ലിപ്പാവണ വീഡിയോ കിട്ടിയത് പിന്നെയാണ് കേട്ടോ ഫോണിൽ കാണുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഷാലുമോനും ഉണ്ട് കേട്ടോ, അത് കണ്ട് ഇവിടെ അന്താളിച്ച് നിൽക്കണേ. അകത്ത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കൽ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി കേക്കിൻ്റെ ക്രീമൊക്കെ പിന്നെ മാറ്റി രണ്ടാമത് ഫ്രോസ്റ്റ് ചെയ്തെടുത്താണ് കേട്ടോ ഇത്. അങ്ങനെ അടുത്ത ദിവസം മിസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ റൗണ്ട് മോൾഡിലേനി ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് സെയിം ഡെക്കറേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. അത് ഒരു പീച്ച് കളറിലേനി, ഇത് വൈറ്റിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചു. സിമ്പിളാണ് കേട്ടോ ഈ വർക്ക് ചെയ്യാൻ. ആദ്യം പൈപ്പിംഗ് ബാഗിൽ ഇങ്ങനെ ക്രീം ആക്കിയിട്ട് ഇങ്ങനെ പൂക്കൾ എന്തെങ്കിലും ഇങ്ങനെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. പിന്നെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. പല കേക്കും അങ്ങനെയാണ്. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും എങ്ങനെയാണ് ഇപ്പോൾ ഇത് ചെയ്തത് എന്നൊക്കെ. പിന്നെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും ഇട്ടെടുത്തിന് കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെ കേക്ക് ആദ്യത്തേനേക്കാളും സൂപ്പറായില്ലേ. എനിക്ക് മറ്റേതിനേക്കാളും ഇങ്ങനെ വൈറ്റാണ് കേട്ടോ ഒന്നുകൂടെ ഇഷ്ടമായത്. ഈ കേക്ക് പിന്നെ ആരും ഞാൻ തൊടാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. എടുത്തു വെക്കാലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡെലിവറി ചെയ്യണ ആ ടൈമിൽ താഴെ വീണ് പോയാലൊക്കെ നമുക്ക് എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഗിഫ്റ്റ് ചെയ്യാനായതുകൊണ്ട് കസ്റ്റമർ വെയിറ്റ് ചെയ്യണ പേടിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനും അനിയത്തിയും ഷാൽമോനും കൂടിയാണ് പോണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.